വൈദിക സമിതി യോഗത്തെ ചൊല്ലി എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സംഘർഷം. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വിളിച്ചു ചേർത്ത യോഗത്തിനെത്തിയ ചില വൈദികരെ ഒരു വിഭാഗം വിശ്വാസികൾ തടഞ്ഞു. സഭാ നടപടികൾ നേരിടുന്ന വൈദികരെ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. പോലീസുകാരെ വരെ തല്ലിയിട്ട് വിമതന്മാരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. ഞങ്ങള് സമാധാനപരമായിട്ട് നിന്നിട്ട് ഞങ്ങളെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ നോക്കാം. വാരിയല് വരെ ഒടിച്ചിട്ട് ആർക്കും ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇപ്പൊ ഞങ്ങള് വളരെയധികം വളരെ ന്യായമായ രീതിയിൽ ഞങ്ങൾ വഴി നിന്നത്. ഞങ്ങൾ പോലീസിന്റെ വാരിയല് ഒടിച്ചിട്ട് ഒരു അറസ്റ്റും കണ്ടില്ലല്ലോ. ഞങ്ങൾ ഇവിടെ തുടരുകയാണ്. കാരണം ഞങ്ങൾ ഇന്ന് വന്നത് തന്നെ ഞങ്ങളുടെ ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സസ്പെൻഷൻ ഉള്ളവരും കാനൂനിക തടസ്സങ്ങൾ നേരിടുന്ന വൈദികരെ എല്ലാം വിളിച്ചു ചേർത്തൊരു പ്രസ്പെക്ടേറിയം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് വൈദികരല്ലാത്തവരുടെ വൈദിക സമിതി. അപ്പോൾ അതെന്തായെങ്കിലും സഭയ്ക്ക് പോലും ഏറ്റവും വലിയ കളങ്കമാണ്. നേരും നെറിയുള്ളവരെ വൈദികർ വേണം സഭയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും ഇടവകകളിലും മറ്റ് സ്ഥാനങ്ങളിലും ഒക്കെ ഇരിക്കാനും. അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് സഭയുടെ വിശ്വാസികളായ ഞങ്ങൾ ഇതിനൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ വന്നത്. കേട്ടോ, പാമ്പ്ലാനിയും തട്ടിലും വന്ന് ഞങ്ങളോട് പറയണം, ഞങ്ങളോട് മാപ്പ് പറയാതെ ഈ ബസിലിക്കയിൽ നിന്ന് ഈ സമൂഹം പുറത്തിറങ്ങില്ലെന്ന് അതിനിഗ്ധമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ കുറെ നേതാക്കന്മാരെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോലില്ല. നിങ്ങൾ പോലീസുകാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്, നിങ്ങൾ നന്നായി നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ല എങ്കിൽ ഇന്ന് ഇവിടെ രക്തക്കളം ഒഴിക്കാനും ശരി, ഇവിടെ നിന്ന് ഒരെണ്ണം ഞങ്ങൾ പുറത്തു പോകില്ല. ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പറയുകയാണ്. ഞങ്ങളിവിടെ എന്തായിട്ട് ഞങ്ങൾ സമാധാനപരമായിട്ട് ഞങ്ങളിവിടെ പ്രതിഷേധിക്കുമായിരുന്നു. ഞങ്ങൾ പോലീസുകാരുടെ അടുത്ത് മിക്കട്ടേറിയോ പോലീസുകാരെ ഉപദ്രവിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ വിമതന്മാരുടെ വൈദികർ പോലീസുകാരെ വരെ ഭാര്യയിൽ ഒടിച്ച ആൾക്കാർ ക്രിമിനൽസ് വരെ ഇപ്പൊ കയറിയേക്കുവാണ്. അപ്പൊ ഇവർക്കൊന്നും കാണുന്നില്ല. ഇവര് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? പ്രാമാണി പിതാവ് റാഫേൽ തട്ടിൽ പിതാവും വരാതെ ഞങ്ങൾ ഇവിടെ കിടന്ന് ഞങ്ങൾ ചത്താലും ഞങ്ങൾ ഇവിടെ ഇറങ്ങൂലേ? അനുവാദമില്ലാതെ, അതായത് സഭ വിലക്കുള്ളവരാണ് അവരെ നമ്മൾ ഒരു കാരണവശാലും ഈ വൈദിക സമിതിയോ അതുപോലെ തന്നെ കൊറോണ വികാരിമാരും സസ്പെൻഷൻ ഉള്ളവരാണ്. അവരെ ഒരു കാരണവശാലും നമ്മളിവിടെ കയറ്റാൻ സമ്മതിക്കത്തില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് അച്ഛന്മാർ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല. ഞങ്ങളെ ധിക്കരിച്ച് പിതാക്കന്മാരെ ഈ തെമ്മാടി കൂട്ടങ്ങളെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുകയാണ്. ഒരു കാരണവശാലും സസ്പെൻഡ് ചെയ്യപ്പെട്ട അച്ഛന്മാരെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല. കാനൂനികമായിട്ട് ഈ മീറ്റിംഗ് തന്നെ തെറ്റാണ്. അത് ചെറുക്കാൻ വേണ്ടി തന്നെയാണ് വിശ്വാസികളെ ഞങ്ങൾ ഇത് നടപടിയുള്ള ഒരു വൈദികരെയും ഒരു കാരണവശാലും ഇത് വൈദിക സമിതിയിൽ പങ്കെടുപ്പിക്കില്ല. യഥാർത്ഥത്തിൽ ഈ വൈദിക സമിതി നിലനിൽക്കുന്നതല്ല. കാരണം മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുപോലെ സഭ തീരുമാനിച്ചതുപോലെ കുർബാന അർപ്പിക്കാത്ത ഒരു വ്യക്തികളും വൈദികരല്ല. വൈദികരല്ലാത്ത ആളുകളെ വെച്ച് എങ്ങനെ വൈദിക സമിതി ഉണ്ടാക്കും? ഒരു കാരണവശാലും ഗേറ്റ് അപ്പുറത്തേക്ക് ഒരു വൈദികരെ കടത്തിവിടാൻ പാടില്ലാത്ത ഇത് മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാനി പിതാവ് ആവശ്യപ്പെട്ടതുപോലെ മാത്രമാണ് മറ്റു വൈദികരെ താൽക്കാലികമായി കടത്തിവിടാൻ തയ്യാറാവുന്നത്. എറണാകുളം ബിഷപ്പ് ഹൗസിന് മുന്നിൽ പ്രതിഷേധിച്ച വിശ്വാസികളെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ വൈദിക സമിതി യോഗത്തിൽ സഭാ നടപടി നേരിട്ടവരുണ്ട്, കുർബാന വിലക്കുള്ളവരുണ്ട്. അവരൊക്കെ എത്തിയതാണോ വിശ്വാസികളെ പ്രകോപിപ്പിച്ചത്? മാത്രമല്ല, ഇതിനു മുൻപ് സഭാസ്ഥാനത്തിന് മുന്നിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറിയിട്ടും പോലീസ് അവർക്കെതിരെ യാതൊരു നടപടിയും വിശ്വാസികൾക്കെതിരെ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഭാഗം വിശ്വാസികളെ പോലീസ് കയ്യേറ്റം ചെയ്യുന്നു, പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. എന്താണ് അത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടക്കാനുള്ള സാഹചര്യം? മാത്രമല്ല, ഇപ്പോൾ സ്ഥിതി എങ്ങനെയാണ്? നിയന്ത്രണ വിധേയമാണോ? നിലവിൽ ആ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. പക്ഷേ സഭയ്ക്ക് അകത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉടലെടുത്തിരിക്കുന്ന വിഷയങ്ങൾ അത്ര കണ്ട നിയന്ത്രണ വിധേയമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് വീണ്ടും പുകഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കുർബാന ഏകീകരണം അടക്കമുള്ളൊരു വിഷയങ്ങൾ വീണ്ടും സജീവമായിരിക്കുന്നു എന്നതാണ്. ഏതായാലും ഇന്നുണ്ടായിരിക്കുന്നത് വൈദിക സമിതി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിൽ വൈദികർ ഇവിടെ വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ അടക്കം നിർദ്ദേശാനുസരണമാണ് ഇത് വിളിച്ചു ചേർത്തത്. പക്ഷേ ഈ യോഗത്തിലേക്ക് എത്തുമ്പോഴേക്കും യോഗത്തിൽ ഈ സഭ നടപടിയെടുത്ത നിരവധിയായ വൈദികരുണ്ട്. ഏതാണ്ട് 25ഓളം പേരുടെ പേരുകളാണ് ഇന്ന് അവിടെ പ്രതിഷേധത്തിനെത്തിയവർ പറയുന്നത്. വൺ ചർച്ച് വൺ കുർബാന എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് അവർ. ഒരു വിശ്വാസി കൂട്ടായ്മയാണ് ഇവിടേക്ക് വന്നത്. അവർ പറയുന്നത് 25ഓളം വൈദികർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഈ വൈദികർ എങ്ങനെയാണ് ഈ സഭാ മേലധ്യക്ഷന്മാർ അവർ പറയുന്ന ഈ യോഗങ്ങളിലേക്ക് പങ്കെടുക്കാൻ എങ്ങനെയാണ് അവർ യോഗ്യരാകുന്നത്? അവർക്ക് പലർക്കും പല രീതിയിലുള്ള വിലക്കുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്.
അവർ ശുശ്രൂഷകൾ അർപ്പിക്കുന്നതിൽ അവർക്ക് വിലക്കുണ്ട്. അപ്പോൾ ഇവരെ എന്തുകൊണ്ട് ഈ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നു എന്നതാണ് അവരുടെ ചോദ്യം. അതുകൊണ്ട് അവരെ യോഗത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ അതിരൂപത ആസ്ഥാനത്തിന് മുന്നിൽ, എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധത്തിലേക്ക് വന്നത്. സ്ത്രീകളടക്കമുള്ളവർ ഇന്ന് പ്രതിഷേധത്തിന് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെയും ഇതിൽ ഇവരെല്ലാവരും തന്നെയും ഏകീകൃത കുർബാനയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നവരാണ്. അവർ പ്രധാന ആവശ്യം ഇവരെ പങ്കെടുപ്പിക്കരുതായിരുന്നു. തുടർന്ന് പോലീസ് ഇവരെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ നിർബന്ധിതരാകുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് അവരോട് പറഞ്ഞുവെങ്കിലും പിന്നീട് ഇവിടേക്ക് വന്ന വൈദികരെ അവർ വഴിയിൽ തടയുകയും അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ പോലീസ് അവർ നേരിട്ടിടപെടുകയായിരുന്നു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഏതാണ്ട് 42ഓളം പേരെയാണ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് മൈക്കിൽ അനൗൺസ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് മാറ്റിയത്. തുടർന്ന് മുളവുകാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം അവിടെ കൂടിയിരുന്നവർ അവർ തന്നെ ബസിലിക്ക പള്ളി അങ്കണത്തിലേക്ക് അവർ നീങ്ങുകയും ചെയ്തു. അതിനകത്ത് പ്രാർത്ഥനാ യജ്ഞവുമായിട്ട് അവർ തുടരുകയാണ്. ഏതായാലും ഈ വിഷയങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ വീണ്ടും വരികയാണ്. അതോടൊപ്പം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയല്ല മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ഭാഗം വിശ്വാസികൾ 40ഓളം വിശ്വാസികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും ഈ വിശ്വാസി സമൂഹത്തിലുള്ള ബാക്കിയുള്ള ആളുകൾ ഇന്ന് പ്രതിഷേധിക്കാനെത്തിയവർ തൊട്ട് സമീപത്തുള്ള ബിഷപ്പ് ഹൗസിന് തൊട്ട് സമീപത്തുള്ള ബസിലിക്കയിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ വൈദിക സമിതി യോഗത്തിൽ മറിച്ചൊരു തീരുമാനമുണ്ടായാൽ വീണ്ടും വിശ്വാസികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ അങ്ങനെ തന്നെയാണ് സാധ്യതയുള്ളത്. പക്ഷെ അതിന് ഇന്നത്തെ സാധ്യത കുറച്ച് കുറവാണ്. കാരണം ഇന്ന് അവിടെ കൂടിയിരുന്ന വിശ്വാസികൾ ഈ പ്രാർത്ഥനാ യജ്ഞം ഉച്ചയോടടുത്തപ്പോൾ തന്നെ അത് പൂർത്തീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ യോഗമടക്കം നീണ്ടുപോകുന്ന കാര്യങ്ങൾ അതിലൊരു തീരുമാനം ഒരുപക്ഷെ വളരെ പെട്ടെന്ന് പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യത കുറവ് കൂടി കാണുന്നുണ്ട്. കാരണം അത് ഔദ്യോഗിക തലത്തിൽ സഭാതലത്തിൽ തന്നെ അത് വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇനി കൂടിയാലോചനകൾക്ക് ശേഷം ഒരു പ്രതിഷേധമോ മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന രീതിയിൽ തന്നെ കുറച്ചു പേർ അവിടെ തുടരുന്നുണ്ട്. ഈ കാര്യത്തിൽ എന്താണ് തീരുമാനമെന്നത് സംബന്ധിച്ച ഈ സഭാ നേതൃത്വം പ്രഖ്യാപിക്കട്ടെ. ആ പ്രഖ്യാപനം അത് തങ്ങൾക്ക് കൂടി ഉതകുന്നതാണെങ്കിൽ മാത്രമായി അംഗീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ പ്രതിഷേധം തന്നെ തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് അവരുള്ളത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ വിഷയങ്ങളെ ചൊല്ലിയുള്ള സമരമുഖം സജീവമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഇതിനു മുൻപില്ലാത്ത രീതിയിലുള്ള നടപടികൾ തന്നെയായിരുന്നു വളരെ പെട്ടെന്നുണ്ടായത്. അതിന് വിശ്വാസികൾ കുറ്റപ്പെടുത്തുന്നത് സഭാ അധ്യക്ഷന്മാരെ തന്നെയാണ്. കാരണം അവരുടെ നിർദ്ദേശപ്രകാരം ഇല്ലാതെ ഈ രീതിയിൽ പോലീസ് ഇടപെടില്ല എന്നാണ് അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഒരു വിഷയം ഈ പുതിയ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്ന അവരെ വളരെ ഏകകണ്ഠമായിട്ട് ആവശ്യപ്പെടുന്നത് കുർബാന ഏകീകരണം നടപ്പിലാക്കണം. അതിന് യാതൊരു തടസ്സവും നിൽക്കാൻ ആരെയും അനുവദിക്കരുത് എന്ന രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകുമ്പോൾ ആ തീരുമാനം നടപ്പാക്കാൻ ഇനി ഈ സഭാ അധ്യക്ഷന്മാരെ എങ്ങനെയാണ് നടപടികൾ കൈക്കൊള്ളേണ്ടത് എന്നതാണ് അറിയേണ്ടത്. മറുഭാഗത്തും ഇതുപോലെ ജനാഭിമുഖ കുർബാന മതി എന്ന രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു കൂട്ടം പേർ വാശി പിടിക്കുമ്പോൾ ഇത് അത്ര പെട്ടെന്നൊന്നും ഒരു സമവായത്തിലേക്ക് നീങ്ങാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.